ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വേനൽക്കാലമൊക്കെ മാറിയെന്ന് തോന്നുന്നു. മഴയൊക്കെ പെയ്തു തുടങ്ങി. അങ്ങനെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ കാടൊക്കെ നന്നായിട്ട് വളർന്നു. അപ്പോൾ ഇന്നെന്തായാലും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഇറങ്ങിയതാണ്. ചെറിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ പറമ്പും മുറ്റമൊക്കെ ഇഷ്ടംപോലെ കാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ പറമ്പും മുറ്റവും ഒക്കെ ഒത്തിരി കാട് പിടിച്ച് കടന്നു കഴിഞ്ഞാൽ കൊതുക് നന്നായിട്ട് പെരുകും. അപ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നൊരു സമയമാണ്. വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഇടേണ്ട സമയമാണ്. കാട് വെട്ടി തെളിക്കുകയും അതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലുള്ള വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്താൽ തന്നെ കൊതുകിൻ്റെ നമുക്കുള്ള ശല്യമെങ്കിലും കുറഞ്ഞു കിട്ടും, അയൽക്കാരനും ശല്യം കുറഞ്ഞിരിക്കും. അപ്പോൾ ഇന്നൊരാളെ കൂട്ടിനും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഈ ചെടിയുടെ തണ്ടുകൾക്കൊന്നും ഒട്ടും ബലമുള്ളതല്ല, നല്ല നീണ്ട് വളർന്ന് അങ്ങ് പോകും. അപ്പോൾ ഒരു താങ്ങൊക്കെ ഒന്ന് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. പഴയ കാലത്തൊക്കെ എല്ലാ വീട്ടിലും കാണുന്ന കോഴിവാലൻ ചെടിയാണ് ഈ പച്ച ചെടിയുടെ പുറകിൽ നിൽക്കുന്നത്. നല്ല പിങ്ക നിറത്തിൽ നല്ല നീളമുള്ള പൂക്കളൊക്കെയാണ്. അതൊന്നും കാണാത്തതുപോലെ കാടാണ്. ഈ തിളക്കമുള്ള ഇലകളുള്ള ഈ പച്ച ഇല ചെടി ഇത് വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഒത്തിരി അങ്ങ് വളർന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ പാമ്പൊക്കെ കയറുന്ന ചെടിയാണ്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ വെട്ടി നിർത്താമെന്ന് കരുതി. ഒത്തിരി കാടായതുകൊണ്ട് പാമ്പിനെയൊക്കെ പേടിച്ചാണ് കാട് തെളിക്കാൻ ഇറങ്ങിയത് തന്നെ. കമ്പുകളൊക്കെ കൊണ്ട് ഞങ്ങൾ കാടൊക്കെ ഒന്ന് കൊട്ടി അനക്കിയൊക്കെയാണ് ഇറങ്ങിയത്. കാട് ഒത്തിരി ആയി കഴിഞ്ഞാൽ ഭയങ്കര കൊതുക് ശല്യം. ഇപ്പം തന്നെ വെളിയിൽ നിൽക്കാൻ വയ്യാത്തത്ര കൊതുകുണ്ട് ഇവിടെ. ഡെങ്കിപ്പനി ആണെങ്കിലും എലിപ്പനിയും മലമ്പനിയും ഒക്കെ വരുന്ന ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഴക്കാല രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് ശുചീകരണം നടത്തണം. ഇത് കണ്ടില്ലേ, ഈ ശംഖുപുഷ്പം വെള്ളപ്പൂ ഉണ്ടാകുന്ന ശംഖുപുഷ്പമാണ്. കാട് പോലെയായി. ഇതിനടിയിൽ ഇഷ്ടംപോലെ തുളസി ചെടിയായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്ന് കാണെങ്കിൽ അറിയാം, ഇഷ്ടംപോലെ ഇവിടെ തുളസി ഉണ്ടായിരുന്നതാണ്. അതെല്ലാം നശിച്ചു പോയി. ശംഖുപുഷ്പം വീട്ടുമുറ്റത്ത് ഒത്തിരി ഭംഗിയാണ്. അതുപോലെ ഇതിന് സ്ഥാനമൊക്കെ നോക്കി വെച്ചാൽ ഭാഗ്യം കൊണ്ടുവരുമെന്നൊക്കെ പറയും. പക്ഷേ എന്തായാലും ഞാനിപ്പോൾ ഇത് വെട്ടിക്കളയുക. എൻ്റെ തുളസിയെ മുഴുവൻ നശിപ്പിച്ചു. നമ്മൾ വെട്ടിക്കളഞ്ഞാലും ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതിനിപ്പം മഴക്കാലം കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഇതിൻ്റെ വിത്തുകളൊക്കെ വീണിട്ട് നന്നായിട്ട് വളർന്നോളും വീണ്ടും. പക്ഷെ മഴക്കാലത്ത് ഇതുപോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് കാടായിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൊതുക് ശല്യമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം വെട്ടിക്കളയാമെന്ന് വിചാരിച്ച്. ജൂൺ മാസം മുതൽ മിക്കവാറും സെപ്റ്റംബർ ഒക്ടോബർ വരെ നമുക്ക് നല്ല മഴയായിരിക്കും. ആ മഴയായിക്കഴിഞ്ഞാൽ ശുചീകരണം ഒന്നും നടക്കുകയില്ല. അപ്പോൾ അതിന് മുൻപ് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ. അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ ആണെങ്കിലുമൊക്കെ ശരിയായ രീതിയിൽ സംസ്കരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതുവഴി നമുക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങളെ, അതുപോലെ കൊതുകടി മൂലം ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളെയൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. അത് സർക്കാർ തലത്തിലൊക്കെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ജലാശയങ്ങളും അതുപോലെ ഓരോ റോഡുകളും കുഴികളും ഒക്കെ കൊതുക് പെരുകുന്ന സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കേണ്ട ജോലിയൊക്കെ നമ്മുടെയല്ല. എന്നാൽ പോലും നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഈ പൊട്ടിയ പാത്രങ്ങളും ചിരട്ടകളും തൊണ്ട്, അതുപോലെ റബ്ബർ വെട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ കാണുക റബ്ബർ ചിരട്ടകളൊക്കെ. ഇതൊക്കെയുള്ള വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതൊക്കെ നമ്മൾ കമഴ്ത്തി വെക്കുകയും അതുപോലെ അതൊക്കെ വേണ്ട രീതിയിലൊക്കെ സംസ്കരിച്ച് കഴിഞ്ഞാൽ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് കിടക്കും. നമ്മളിപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞുള്ള മുറ്റവും പരിസരവും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇത്ര ഭംഗിയായിട്ട് നമുക്കതൊരു പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ. ഈ ടൈലിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ പുല്ലൊക്കെ കിളിർക്കും. അങ്ങനെ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ ഞാൻ നടത്തി. നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ആർക്കെങ്കിലും പ്രചോദനമാകുമെങ്കിൽ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.